പരിണയം. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു പ്രൊട്ടക്ഷനാണ്. അതാ വീട്ടിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ എൻ്റെ കൂടെ ഒരു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത് നടക്കില്ല റിച്ചു. ഇവിടെ ഇവൾക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ, നിന്റെ മുറിയിലായിരിക്കണം. അല്ലാതെ നിന്റെ ഭാര്യയായി ഇവളെ ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് എന്താ ഇത്ര വാശി? എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും എന്തിനാ എന്നോടിങ്ങനെ? നിന്നോട് എങ്ങനെ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുണ്ടോ? കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു എങ്കിൽ നീ അവിടെ വെച്ച് പറയണമായിരുന്നു. അല്ലാതെ കെട്ടിക്കൊണ്ടു വന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല. നിമ്മിയും ഒട്ടും വിട്ടുകൊടുക്കാതെ റിച്ചുവിനോട് ഒപ്പത്തിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ തുടങ്ങി. അതോടെ അവനും ദേഷ്യം കൂടി. ശ്രീ അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. താൻ കാരണമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും അവൾക്കറിയാം. ഇങ്ങനെ എല്ലാവർക്കും ഒരു ഭാരമായി ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങാൻ തനിക്കാവില്ല. താൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സമ്മതിക്കുന്നുമില്ല. എന്തിനാണ് ഭഗവാനെ എന്നോടിങ്ങനെ ഒരു ചതി എന്നവൾ പല പ്രാവശ്യം ചോദിച്ചുപോയി. അമ്മ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് എന്നേക്കാൾ മൂത്ത ഒരാളെ ഭാര്യയായി കാണാനോ അയാളുടെ ഒപ്പം ജീവിക്കാനോ സാധിക്കില്ല. എൻ്റെ റിച്ചു, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? പ്രായമൊന്നും ഒരു വലിയ കാര്യമല്ല എൻ്റെ കൊച്ചേ. അങ്ങനെ പ്രായം വലിയ പ്രശ്നമായിരുന്നെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ അയാളെക്കാൾ 5 വയസ്സിന് മൂത്ത പെണ്ണിൻ്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്? അഭിഷേക് ബച്ചൻ അങ്ങനെയല്ലേ ജീവിക്കുന്നത്? ദേ അമ്മു, കൂടുതൽ ഉദാഹരണം കൊണ്ട് വന്നാലുണ്ടല്ലോ, മൂത്തതാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. തലമണ്ട അടിച്ച് കീറിക്കളയും ഞാൻ. എടാ റിച്ചു, ഞാനും നിന്റെ അച്ഛനും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ടല്ലേ പോകുന്നത്? ഞങ്ങൾ ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത്? അമ്മ, അതിന് അച്ഛനാണ് പ്രായക്കൂടുതൽ, അല്ലാതെ അമ്മയ്ക്കല്ല. പിന്നെ അമ്മയ്ക്ക് ബോധമില്ലെങ്കിലും എനിക്ക് നല്ല ബോധമുണ്ട്. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. പെൺകുട്ടികളുടെ മെൻറ്റാലിറ്റി എപ്പോഴും ആൺകുട്ടികളെക്കാളും ഫോർവേഡ് ആയിരിക്കും. അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 വയസ്സുള്ള ചെറുക്കന് 18 വയസ്സുള്ള പെണ്ണിനെ ആലോചിക്കുന്നത്. അതിന് കാരണം എന്താ? 21 വയസ്സുകാരൻ്റെ ചിന്താഗതിക്ക് ഒപ്പമായിരിക്കും 18 വയസ്സുകാരിയുടേത്. ഇവിടെ ഞങ്ങൾ തമ്മിലേ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ചിന്താഗതികൾക്ക് ഒത്തിരി മുകളിലായിരിക്കും ഇയാളുടെ. പിന്നെ എങ്ങനെ സ്മൂത്തായിട്ട് ലൈഫ് പോകുമെന്നാണ് പറയുന്നത്? പിന്നെ അത് മാത്രമൊന്നുമല്ല, എൻ്റെ സങ്കല്പത്തിലെ എൻ്റെ ഭാര്യ ഇപ്പം എങ്ങനെ പോയാലും എന്നേക്കാളും ഒരു 10 വയസ്സ് ഇളയതായിരിക്കണം. അവൻ്റെ പറച്ചിൽ കേട്ട് അമ്മ കണ്ണു തള്ളി നിന്നു. അവനിപ്പോൾ 21 വയസ്സുണ്ടെങ്കിൽ അവൻ്റെ സ്വപ്നത്തിലുള്ള ഭാര്യയ്ക്ക് 10 വയസ്സിനിളയതാകണം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കൊച്ചിപ്പോൾ വല്ലോ 5ലും 6ലും ആയിരിക്കില്ലേ പഠിക്കുന്നത്? ആ ഒരു ചിന്ത കൂടെ മനസ്സിലൂടെ വന്നപ്പോൾ അമ്മുവിൻ്റെ തലയിലുള്ള കിളികൾ ഏതോ ദേശാടനത്തിന് പറന്നുപോയി. നീ എന്ത് കോക്കനട്ടാണ് പറയുന്നത് എന്ന് വല്ല പിടുത്തവുമുണ്ടോ റിച്ചു? ഞാൻ പറഞ്ഞത് എനിക്ക് കൃത്യമായ ധാരണയും ബോധവുമുണ്ട്. എന്താണെങ്കിലും ഈ ബന്ധം മുന്നോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. 6 മാസം അത് കഴിഞ്ഞാൽ മാത്രമേ ഡിവോഴ്സ് കിട്ടത്തുള്ളൂ എന്ന് ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് 6 മാസം ഇയാൾക്ക് ഈ വീട്ടിൽ താമസിക്കും. ഇനി എൻ്റെ റൂമിൽ തന്നെ കിടന്നില്ലെങ്കിൽ സമാധാനം വരത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ഭാര്യയുടെ അധികാരം എടുത്ത് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞ് കാറ്റുപോലെ അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്താ ഇവിടെ ഇപ്പം നടന്നത് എന്ന് 3 പേർക്കും ഒരു പിടുത്തവും കിട്ടിയില്ല. അപ്പോഴും സ്ത്രീ മാത്രം ഏതോ ലോകത്തുള്ളതുപോലെ അവിടെ നിൽപ്പുണ്ട്. അച്ഛനും അമ്മയും ആണെങ്കിൽ ഒരു പ്രായത്തിലൊക്കെ ഇത്രയുമുണ്ടോ എന്നുള്ള ഒരു നിൽപ്പാണ് അവിടെ. അമ്മു ആണെങ്കിൽ കിട്ടിയ സമയം കൊണ്ട് 5ലും 6ലും പഠിക്കുന്ന പരിചയമുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും പല വഴിക്ക് പോയി. ശ്രീ അവിടെ തന്നെ നിന്നു. എന്നാൽ അവൾ ആലോചിക്കുകയായിരുന്നു. ശരിക്കും തനിക്ക് ആ മുറിയിൽ ശ്വാസം മുട്ടും. റിച്ചു പറഞ്ഞത് അത്രയും ശരിയാണ്. താനാണ് ആ മുറിയിൽ അധികപ്പറ്റ്. ഇനി അത് പാടില്ല. അവൻ തന്നോട് കാണിക്കുന്ന കരുണ താനായി കളയാൻ പാടില്ല. എന്തോ തീരുമാനിച്ചതുപോലെ അവൾ അമ്മുവിൻ്റെ റൂമിലേക്ക് നടന്നു. ആ കഥകൾ തട്ടാൻ കൈ ഉയർത്തിയതിലും വേഗം ശ്രീ കൈ താഴ്ത്തി. ഇനി താൻ അമ്മുവിനൊരു ബുദ്ധിമുട്ടാകുമോ? അമ്മുവിൻ്റെ പ്രൈവസി താൻ കാരണം എന്തൊക്കെയോ അവൾ ആലോചിച്ചു തുടങ്ങി. ചിന്തകളുടെ പടുകുഴിയിൽ
പെട്ടവൾ അവിടെ നിന്ന് ഓടിപ്പോകണം എന്നുപോലും തോന്നി. അമ്മുവിനോട് തന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങാമെന്ന് ഒരു അവസാന പ്രതീക്ഷ എന്ന പോലെ അവൾ മനസ്സിൽ കരുതി. അവൾ പതുക്കെ വലതു കൈ ഉയർത്തി ആ കതകിലൊന്ന് തട്ടാൻ കൈ ഉയർത്തി. പക്ഷെ അതിനേക്കാൾ വേഗം അവൾ അത് പിൻവലിച്ചു. താൻ എന്തെങ്കിലും പറഞ്ഞാ അതിഷ്ടപ്പെടാതായാലോ? എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടാണ്, എല്ലാവർക്കും ആരുടെയും ഇഷ്ടം നോക്കാതെയല്ലേ റിച്ചു. അവൾ കൈവലിച്ച നിമിഷം തന്നെ ശ്രീയുടെ മുന്നിൽ ആ കതക് തുറക്കപ്പെട്ടിരുന്നു. എന്താ ശ്രീ, എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ശ്രീ, റിച്ചു എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ റിയ, എന്താണെങ്കിലും പറയ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? പരിഭ്രമത്തോടെയുള്ള അമ്മുവിന്റെ ചോദ്യം, എന്നാൽ അതിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള സ്നേഹവും കരുതലും മനസ്സിലാക്കുകയായിരുന്നു ശ്രീയും അപ്പോൾ. ഇതുവരെ തന്നോട് ആരും ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. അച്ഛന് കടം വന്നപ്പോൾ അത് കുറച്ചു പേരായി. പിന്നീട് ഗിരിയുടെ സ്വഭാവം കൂടിയായപ്പോൾ എല്ലാവരും തന്നിൽ നിന്നും അകന്നു. അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടെ പ്രശ്നത്തിലാകുമോ എന്ന് ഭയന്നു. അതുപോലൊരു ആഭാസന്റെ കൂടെയായിരുന്നില്ലേ ഈ ജീവിതം. എന്താ എൻ്റെ കൊച്ചെ, നീ ഒന്നും പറയാതെ എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്നതാ ഈ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മു അവളെ പിടിച്ച് ഒന്ന് കുലുക്കുമ്പോഴാണ് അവൾ ആലോചനകൾക്ക് വെളിയിൽ വന്നത്. എന്തിനാ എന്തിനാ നീ ഇപ്പൊ ഈ കരയുന്നത്? എന്താണെങ്കിലും എന്നോട് പറ. അത്രയും അമ്മു പറഞ്ഞു തീരുമ്പോഴേക്കും അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ശ്രീ. കുറച്ചു നേരത്തേക്ക് അമ്മുവും അവളെ ശല്യപ്പെടുത്താൻ പോയില്ല. കരഞ്ഞെങ്കിലും ആ ഉള്ളിലെ സങ്കടം അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെയായിരുന്നു അവളുടെ ആ അവസ്ഥ. നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ജീവിതങ്ങൾ മാറി മറയുന്നത്. കല്യാണം പറഞ്ഞു വെച്ച ചെറുക്കൻ ഒളിച്ചോടി പോകുന്നു. അയാളുടെ അനുജനെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. അതെല്ലാം ഒന്ന് നേരെയാകുന്നതിനു മുൻപ് തന്നെ ഈ ലോകത്ത് ആകെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ വേർപാട്. അതിൽ നിന്നെല്ലാം മനസ്സിനെ ഒന്ന് കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവൻ തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം എങ്ങനെ സഹിക്കാനാണ്? ജീവിതത്തിൽ ആകെ പിടിവള്ളി എന്ന് പറയാനുള്ള തൻ്റെ ഭർത്താവ്, അതും ഇപ്പോൾ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. ഡിവോഴ്സ് വരെ പ്രഖ്യാപിച്ച ഒരു ജീവിതം. ശ്രീയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചപ്പോൾ തന്നെ അമ്മുവിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ ഒന്ന് പിടഞ്ഞു. ഒരു ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതെല്ലാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ തോന്നി അവളെ കണ്ടപ്പോൾ. ആദ്യം കണ്ടതിൻ്റെ നേർ പകുതി ആയി കഴിഞ്ഞിരിക്കുന്നു ശ്രീ ഈ ദിവസങ്ങളിൽ തന്നെ. എൻ്റെ മഹാദേവാ, ഈ കാഴ്ചയൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ല. തങ്കംകുട പോലുള്ള എൻ്റെ കുഞ്ഞിനെ തല്ലി ചതച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ? ആ ഒരുമ്പെട്ടവള്, അവളായിരിക്കും ഇതിനെല്ലാം പിന്നില്. മോനെ ഗിരി, ഇതൊന്നും കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യടാ. ആ ഒരുമ്പെട്ടവള് മുടിഞ്ഞു പോകും. അമ്മയ്ക്ക് ഇനിയൊന്നും മിണ്ടാതിരിക്കാൻ കഴിയോ? മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തോളും ഓരോന്ന്. എനിക്കൊന്ന് കിടക്കണം. അതും പറഞ്ഞ് അവൻ കണ്ണടച്ചു കിടന്നു. നീ എന്നോട് തുള്ളി ഇങ്ങനെ കണ്ണടച്ച് കടന്നിട്ട് കാര്യമൊന്നുമില്ല. അവളെ നിന്റെ കൈ കിട്ടിയിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാ ഞാനും നിന്റെ അച്ഛനും കൂടെ ഒപ്പിച്ചത്. അത് മുഴുവൻ നീ കളഞ്ഞു കുളമാക്കിയില്ലേടാ. അമ്മയോട് കുറെ നേരമായിട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ പറയുന്നുണ്ട്. അവന്റെ ശബ്ദത്തിൽ എന്തെന്നില്ലാത്ത ഒരു കനം. സ്ത്രീയെ നഷ്ടമായതിൻ്റെ ദേഷ്യവും റിച്ചുവിനോടുള്ള പകയും ഈ അവസ്ഥയിൽ കിടന്നതിനുള്ള അമർഷവും എല്ലാം അതിൽ നിറഞ്ഞു നിന്നു. എന്നോട് തൊള്ളയെടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓരോന്ന് ഒപ്പിച്ച് വെക്കുമ്പോൾ ഓർക്കണം. ഓരോന്ന് വലിച്ചു കയറ്റിയിട്ട് പറയിക്കരുത് എന്നെ കൊണ്ട്. ഓരോന്ന് വലിച്ചു കയറ്റി വെച്ചിട്ട് മനുഷ്യന്റെ സമാധാനം കളയാണ്ട് ആ പെണ്ണും കൈവിട്ടേ പോയി. ഇനി ആ പണ്ടാരത്തെ എവിടെ നിന്ന് കണ്ടെത്താനാകുമോ എൻ്റെ മഹാദേവ? അമ്മേ! അവന്റെ ആ ശബ്ദം ആശുപത്രി കെട്ടിടം പോലും ഒന്ന് പ്രതിധ്വനിച്ചു. കടന്നലറണ്ട. നീ നിന്റെ ഈ പിടിപ്പുകേട് കാരണം നമുക്കുണ്ടായ നഷ്ടം അത് മറക്കണ്ട ഗിരി. ഗീത ദേഷ്യമടക്കാൻ കഴിയാതെ ആരോടൊന്നില്ലാതെ പുലമ്പിക്കൊണ്ടിരുന്നു. ഗിരി കണ്ണടച്ച് അങ്ങനെ വെറുതെ കിടന്നു. അവന്റെ കണ്ണിൽ വീണ്ടും ആ ഒരുവന്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നു. അവന്റെ കണ്ണ് താൻ കണ്ട ആ ഭാവം എന്താണ്? അവൾ കൊന്നെന്നാൽ അവൻ എങ്ങനെ വന്നു? ആ രാത്രി അവൻ എങ്ങനെയായിരിക്കും അവിടെ വന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും അവൻ വന്നത്? അങ്ങനെ നിരവധി സംശയങ്ങൾ അവന്റെ മനസ്സിൽ തലപൊക്കി തുടങ്ങി. എനിക്കെല്ലാത്തിനും ഉത്തരം വേണം ശ്രീ. ഞാൻ നിന്റെ ശരീരത്തെ ഒത്തിരി ആഗ്രഹിച്ചതാണ്. ആ നിന്നെ എനിക്ക് വേണം. എനിക്ക് വേണം ശ്രീഭദ്ര. നിന്റെ മനസ്സ് അതെനിക്ക് വേണ്ട.
എന്നാൽ വെണ്ണ തോൽക്കുന്ന നിന്റെ ശരീരം അതെനിക്ക് വേണം. അവൻ്റെ മനസ്സിനെ ചൂടുപിടിപ്പിക്കുന്ന ആ പഴയ ഓർമ്മകൾ വീണ്ടും പൊടി തട്ടി തുടങ്ങി. ഒരു ദിവസം താനും അമ്മയും ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായി മഴ പെയ്തത്. അതും ഒരു പെരുമഴ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നനഞ്ഞ കോഴിയെപ്പോലെ അവൾ കയറി വന്നത്. മൊത്തം നനഞ്ഞു കുളിച്ച ഒരു രൂപം. തൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ കൊത്തിവലിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉടലഴകുകൾ അന്ന് തന്നെ വല്ലാതെ ത്രസിപ്പിച്ചതാണ്. അതറിയാൻ വല്ലാതെ മനസ്സ് തുടിക്കിച്ചിട്ടുള്ള നാളുകൾ കുറേയായി. അതിനുവേണ്ടി പല രീതിയിൽ പരിശ്രമിച്ചു. പക്ഷെ എല്ലാം പരാജയത്തിലാണ് ചെന്ന് അവസാനിച്ചത്. പിന്നെ അതിനുവേണ്ടിയായിരുന്നു ഓരോ നിമിഷവും. അവൾ അറിയാതെ അവളെ നോക്കി. അതിപ്പോൾ ഓർക്കുമ്പോൾ കൂടിയും ശരീരവും മനസ്സും ഒരുപോലെ കൊതിച്ചു തുടങ്ങി. എടാ ഗിരി, നിന്നോട് ഞാൻ ചോദിക്കുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ആ നശൂലത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നീ? ഗീത ഒന്ന് പല്ലു ഞെരിച്ചു. ദേ തള്ളേ, നിങ്ങൾ കുറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് കേൾക്കാതിരിക്കാൻ എൻ്റെ ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. വെറുതെ ഇരുന്ന് ചൊറിഞ്ഞാൽ ചവിട്ടി പുറത്താക്കും ഞാൻ. നീ നന്നാവില്ലടാ. നീ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ട് തന്നില്ലേ? അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണല്ലോ ആ മോള് രക്ഷപ്പെട്ടു പോയത്. കൂടുതൽ നിങ്ങൾ കിടന്ന് കൂവണ്ട. അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ട്. അപ്പോ അപ്പോ അവനാണോ നിന്നെ? ഇറങ്ങിപ്പോ തള്ളേ ഇവിടെ നിന്ന്. അവൻ്റെ ഗർജനം ആ 4 ചുമരുകളിലും പ്രതിധ്വനിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് ഗീത ശരിക്കും ഒന്ന് ഭയന്നു. എല്ലാവരും ആ മുറിയിലേക്ക് ഓടിയെത്തി. എന്താ എന്താ ഇവിടെ എന്തെങ്കിലും കോപ്പ് നടക്കുന്നുണ്ടോ? അവൻ അവർക്ക് നേരെ ചീറി. വന്നവരെല്ലാം അവൻ്റെ വാക്കും നോട്ടവും കണ്ട് ഭയന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. അവൻ പിന്നെ ആരോടും മിണ്ടാതെ ആ കട്ടിലിൽ അങ്ങനെ തന്നെ കിടന്നു, കൈമുഷ്ടി ചുരുട്ടി ആ കട്ടിലിലേക്ക് ഇടിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കുന്നത് പോലെ. ഗീത ഒരു ഭയത്തോടെ അവനെ ഒന്ന് നോക്കി. ഇത്രയും നാൾ ഗിരിയെ അറിയാമെങ്കിലും ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. ഗീത അവനോട് പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഭയം അത് അവരെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. പക്ഷേ അവൾ രക്ഷപ്പെട്ടു എന്നത് അവർക്ക് ഒരു വലിയ അടി തന്നെയായിരുന്നു. ഇതിൽ നിന്നും എങ്ങനെ കരകയറും, അവളെ വീണ്ടും എങ്ങനെ തടങ്കലിൽ എത്തിക്കും എന്നതായിരുന്നു പിന്നീടുള്ള അവരുടെ ചിന്ത മുഴുവൻ. റിയ, നിന്നോട് ഞാൻ പറഞ്ഞു ഈ മുറിയിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാൽ ശരിയാവത്തില്ലെന്ന്. എല്ലാവരും അവിടെ കഴിക്കാൻ വിളിച്ചിട്ട് മണിക്കൂർ കുറയായി. നീ ഇനിയെങ്കിലും വരുന്നുണ്ടോ അതോ ഇല്ലയോ? ഞാൻ പറഞ്ഞുണ്ണി, എനിക്ക് വേണ്ട. നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിക്കാം. എന്നെ ഇതുപോലെ നാണം കെടുത്തിയിട്ട് അവളുടെ മുന്നിൽ പോയി നിൽക്കാനായിട്ട്. റിയ, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ അമ്മയുടെ സ്വഭാവം ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതുമാണ്. എന്നിട്ട് നീ. ഉണ്ണി ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നു നിൽക്കുമ്പോഴും ഒരു സൗമ്യമായ രീതിയിൽ അവളോട് പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഉണ്ണി, ഈ ടോപ്പിക്ക് എന്നും ഇതുപോലെ പറയണമെന്നില്ല. കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിനക്ക് മാത്രമല്ല ഫാമിലിയും അമ്മയും എല്ലാം ഉള്ളത്, എനിക്കുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്നതുണ്ടല്ലോ, അത് കുറച്ച് കൂടുതലാണ്. ഇന്നത്തെ പാർട്ട് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി എന്താകും ശ്രീയുടെ ലൈഫിൽ നടക്കുന്നത്? റിയയും ഉണ്ണിയും ഒന്നിച്ചു പോകുമോ? ഇനി റിച്ചു, അവൻ സ്ത്രീയെ സ്നേഹിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഉത്തരമറിയാൻ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കൂ. കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാനായി കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തൂ. താങ്ക്